ഹായ്, മോർണിംഗ് സ്റ്റോറീസിലേക്ക് ഒരിക്കൽ കൂടി എല്ലാവർക്കും സ്വാഗതം. പ്രയാസങ്ങൾ സൃഷ്ടിക്കുന്നതിനു പകരം സന്തോഷങ്ങൾ നൽകുക എന്ന കാര്യത്തെ ആസ്പദമാക്കിയാണ് ഇന്നത്തെ നമ്മുടെ സ്റ്റോറി. അസർബൈജാൻ എന്ന രാജ്യത്തെ ഒരു അധ്യാപകനും വിദ്യാർത്ഥിയും കൂടി ആ സ്ഥലത്തെ കൃഷിയിടങ്ങൾ സന്ദർശിക്കാനായി ഇറങ്ങിത്തിരിച്ചു. പാടവരമ്പത്തൂടെ നടന്നു നീങ്ങുമ്പോൾ അവിടെ പണി ചെയ്തിരുന്ന ഒരു കർഷകന്റെ ഷൂ പാടവരമ്പത്ത് ഇരിക്കുന്നതായി അവരുടെ ശ്രദ്ധയിൽപ്പെട്ടു. അതുകണ്ട് വിദ്യാർത്ഥി അധ്യാപകനോട് പറഞ്ഞു, സാർ, നമുക്ക് ആ കർഷകന്റെ ഷൂ ഇവിടെ നിന്നും മാറ്റിവെക്കാം. പണി കഴിഞ്ഞു വരുമ്പോൾ ഷൂ കാണാതെ അദ്ദേഹത്തിന്റെ പ്രതികരണം നമുക്ക് മാറി നിന്ന് ശ്രദ്ധിക്കാം. അപ്പോൾ അധ്യാപകൻ പറഞ്ഞു, ആ പാവപ്പെട്ട കർഷകന് നേരെ ക്രൂരതകൾ ചെയ്യാൻ പാടില്ല. പകരം നമുക്ക് വേറൊരു കാര്യം ചെയ്യാം. അദ്ദേഹത്തിന്റെ ഷൂവിനകത്ത് 2 സ്വർണ്ണ നാണയങ്ങൾ നമുക്ക് ഒളിപ്പിച്ചു വെക്കാം. എന്നിട്ട് അദ്ദേഹത്തിന്റെ പ്രതികരണം മാറി നിന്ന് ശ്രദ്ധിക്കാം. അങ്ങനെ അവർ 2 സ്വർണ്ണ നാണയങ്ങൾ ഷൂവിനകത്ത് ഒളിപ്പിച്ചു വെച്ച് കുറച്ചകലെ മാറി നിന്നു. കർഷകൻ തന്റെ ജോലിയൊക്കെ കഴിഞ്ഞ് പാദരക്ഷകളുള്ള ആ സ്ഥലത്തേക്ക് എത്തി. ഒരു ഷൂവിന്റെ അകത്തേക്ക് പ്രവേശിപ്പിച്ചപ്പോൾ പെട്ടെന്നെന്തോ തടയുന്ന പോലെ തോന്നി. ആ ഷൂ ഊരി ഒന്ന് കുടഞ്ഞു നോക്കിയപ്പോൾ അതിൽ ഒരു സ്വർണ്ണ നാണയം കണ്ടു. അദ്ദേഹം അതെടുത്തിട്ട് അവിടെയുള്ള എല്ലാ സ്ഥലത്തും ആരെങ്കിലും ഇതിന്റെ ഉടമസ്ഥനായിട്ടുണ്ടോ എന്ന് പരതി. എങ്കിലും അദ്ദേഹത്തിന് ആരെയും അവിടെ കാണാൻ സാധിച്ചില്ല. അദ്ദേഹം ആ നാണയം അദ്ദേഹത്തിന്റെ പോക്കറ്റിലിട്ടു. പിന്നെ 2ാമത്തെ ഷൂവിലേക്ക് കാൽ പ്രവേശിപ്പിച്ചു. അപ്പോഴും എന്തോ തടയുന്ന പോലെ അദ്ദേഹത്തിന് തോന്നി. വീണ്ടും ഷൂ കുടഞ്ഞു നോക്കിയപ്പോൾ അതിലും കണ്ടു ഒരു സ്വർണ്ണ നാണയം. 2 സ്വർണ്ണ നാണയങ്ങൾ കിട്ടിയ ആ പാവം കർഷകൻ വികാരാധീനനായി കരയാൻ തുടങ്ങി. അദ്ദേഹം ദൈവത്തിനോട് നന്ദി പറഞ്ഞു. എനിക്ക് ഈ സാമ്പത്തിക ബുദ്ധിമുട്ടുള്ള ഈ ആപത്ഘട്ടത്തിൽ എന്നെ സഹായിച്ച ആ വ്യക്തിയെ കാത്തുരക്ഷിക്കണമേ എന്ന് ഉറക്കെ അദ്ദേഹം പറഞ്ഞുകൊണ്ടിരുന്നു. ഈ സഹായം കൊണ്ട് എൻ്റെ രോഗിയായ ഭാര്യയ്ക്കും അതുപോലെ തന്നെ മക്കൾക്കും നല്ല വസ്ത്രവും നല്ല ഭക്ഷണവും വാങ്ങിക്കൊടുക്കാമെന്ന് അദ്ദേഹം ആരോടുമില്ലാതെ ഉറക്കെ പറയാൻ തുടങ്ങി. അങ്ങനെ ആ കർഷകൻ അവിടെ നിന്നും നടന്നകന്നപ്പോൾ നമ്മുടെ പഴയ അധ്യാപകനും വിദ്യാർത്ഥിയും തിരിച്ചെത്തി. അധ്യാപകൻ ചോദിച്ചു, നിനക്ക് ഷൂ മാറ്റിവെച്ചാൽ ഉണ്ടാകുന്നതാണോ അല്ലെങ്കിൽ ഇപ്പോൾ സംഭവിച്ചതാണോ കൂടുതൽ സന്തോഷം നൽകിയത്? ആ വിദ്യാർത്ഥി പറഞ്ഞു, സാർ, താങ്കൾ ഇന്ന് പഠിപ്പിച്ച ഈ പാഠം എൻ്റെ ജീവിതത്തിൽ ഞാൻ ഒരിക്കലും മറക്കില്ല. സഹായിക്കുന്നതിന്റെ അർത്ഥം എനിക്ക് വ്യക്തമായി മനസ്സിലായി. നൽകുന്നതാണ് ലഭിക്കുന്നതിനേക്കാൾ കൂടുതൽ സന്തോഷം പകരുക എന്നും എനിക്ക് വ്യക്തമായി. ഇതാണ് നമ്മുടെ ഇന്നത്തെ കഥ. അനാവശ്യമായി അല്ലെങ്കിൽ തമാശയ്ക്ക് പോലും മറ്റുള്ളവരെ പ്രയാസപ്പെടുത്തരുത് എന്നതാണ് ഈ കഥ നമ്മളെ പഠിപ്പിക്കുന്നത്. നമ്മുടെ ഓരോ പ്രവൃത്തികളും മറ്റുള്ളവരെ എങ്ങനെ ബാധിക്കും എന്ന് എപ്പോഴും ചിന്തിക്കണം എന്ന ഓർമ്മപ്പെടുത്തലുമായി ഇന്നത്തെ കഥ നമുക്ക് ഇവിടെ അവസാനിപ്പിക്കാം. നാളെ പുതിയൊരു കഥയുമായി വീണ്ടും കാണാം. ബൈ.